വാപ്പ മരിച്ച് ആ മയ്യത്ത് എടുക്കാൻ നേരത്ത് മക്കളൊക്കെ സജീവമാണ്. ഒരാള് വന്നിട്ട് പറഞ്ഞു എനിക്ക് 10 ലക്ഷം രൂപ കിട്ടാനുണ്ട് വാപ്പയിൽ നിന്ന്. എനിക്കത് കിട്ടാതെ ഈ മയ്യത്ത് അടക്കാൻ ഞാൻ സമ്മതിക്കില്ല. മൂത്ത മകൻ വടക്ക് ഭാഗത്തൂടെ വെളിച്ചാടി, ഇളയ മകൻ തെക്ക് ഭാഗത്തൂടെ പുറത്തിയാടി. മക്കളൊക്കെ 4 ഭാഗത്തേക്ക് പോയി. അവസാനം അയാൾ വന്നിട്ട് പറഞ്ഞു, ഈ മയ്യത്ത് അടക്കണമെങ്കിൽ എനിക്ക് 10 ലക്ഷം രൂപ ഈ മയ്യത്ത് തരാനുണ്ട്, അത് തന്നിട്ടടക്കിയാ മതി. പള്ളിക്കാരൊക്കെ പറഞ്ഞു നോക്കി, ഇല്ല, മയ്യത്തടക്കാൻ സമ്മതിക്കില്ല, ആ പൈസ എനിക്ക് വേണം. അവസാനം അകത്തുനിന്ന് പൊന്നുമോള് ആങ്ങളമാരൊക്കെ ചാടി 4 സൈഡിലേക്ക് പോയി. കാരണം അവർ പൈസ കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പം അടയ്ക്കാനില്ലെങ്കിലും മക്കൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ വീടിന്റെ അകത്തളത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുപ്പിവളയിട്ട പ്രിയപ്പെട്ട പൊന്നുമോള് വന്നിട്ട് ഒരു കവർ നിറച്ച് സ്വർണം എടുത്തിട്ട് ഇയാളെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, കൊണ്ടുപോയ്ക്കോ, എത്രാന്നുണ്ട് എനിക്കറിയില്ല, ഇത് വിറ്റിട്ട് വാപ്പ തരാനുള്ള പൈസ എടുത്തിട്ട് ബാക്കി ഇഞ്ഞ് കൊണ്ടുവന്നേക്ക്. ആ സമയത്ത് ആ വന്ന മനുഷ്യൻ പറഞ്ഞു, പൊന്നുമോളെ, നിന്റെ വാപ്പ എനിക്ക് പൈസ തരാനില്ല, നിന്റെ വാപ്പയ്ക്ക് ഞാൻ 10 ലക്ഷം കൊടുക്കാനുണ്ട്. ഞാൻ ഒരവസരത്തിൽ ഈ 10 ലക്ഷവുമായിട്ട് ഞാൻ നിന്റെ വാപ്പയെ സമീപിക്കുമ്പോ വാപ്പ എന്നോട് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സഹോദര, എന്റെ മക്കളിൽ എന്നെ സ്നേഹിക്കുന്നത് ആരാണെന്നൊരു പരീക്ഷണം നടത്തണം, അതെന്റെ മരണസമയത്താകണം. ഈ പരീക്ഷണം നടത്തിയിട്ട് എന്നെ സ്നേഹിക്കുന്ന മകൻ ആരാണ് അല്ലെങ്കിൽ മകളാണെങ്കിൽ അവർക്ക് നീ ഇത് കൊടുത്താൽ മതി, അവർ ജീവിക്കട്ടെ. ഞാൻ അങ്ങനെ ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു. 10 ലക്ഷം ഇങ്ങോട്ട് കിട്ടാനുണ്ടെന്ന് പറഞ്ഞപ്പോ നിന്റെ ആങ്ങളമാര് എവിടെയോ ചാടിപ്പോയി, നീ പോയില്ല. ഉള്ളതെടുത്തുകൊണ്ട് വന്നിട്ട് ആ വാപ്പയുടെ കടം തീർക്കാൻ വേണ്ടി പറഞ്ഞല്ലോ, നീയാണ് വാപ്പയെ സ്നേഹിക്കുന്ന മോള്, ഇത് നിനക്കിരിക്കട്ടെ എന്നും പറഞ്ഞ് അങ്ങോട്ട്